മോഹൻലാലും ആയിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? നല്ല നല്ല ബന്ധമാണ്. മോഹൻലാലുമായിട്ടും മമ്മൂട്ടിയായിട്ടും സുരേഷ് ഗോപിയായിട്ടും ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ള സുരേഷ് ഗോപിയുടെ. അതിനാ അല്ല, ഒരുപാട് പടത്തിൽ അങ്ങനെ എടുത്തിട്ട് അടിക്കുന്നതാണ്. ആദ്യമേ നമ്മളവരെ ചെറുതായിട്ടെത്തുകൊണ്ട് പിന്നെ അവർ വേറെ തുടങ്ങും. മമ്മൂട്ടിയായിട്ടായാലും ഒരുപാട് പടങ്ങൾ അങ്ങനെ അവരുമായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാല അത് അഭിനയത്തിൻ്റെ കാര്യത്തിലോ അതോ നമ്മൾ ഇടപെടേണ്ട കാര്യത്തിലൊക്കെ? അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എനിക്ക് ചില കാര്യങ്ങൾക്ക് അതുല്യം തന്നെ, ചില കാര്യങ്ങൾ അതുല്യം. അതുപോലെ ഇപ്പം മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ പറ്റത്തില്ല. എന്നാൽ സുരേഷ് ഗോപി കാണിക്കുന്നത് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, മമ്മൂക്ക കാണിക്കുന്നത് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു താരതമ്യ പഠനം ഇവിടെ ഉദിക്കുന്നില്ല. ഓരോരുത്തരും ഓരോ രീതിയിൽ അഭിനയിക്കും. ഒരു ക്യാരക്ടർ തന്നെ പല രീതിയിലായിരിക്കും അഭിനയിക്കുന്നത്. അതെത്രേ ഉള്ളൂ. അല്ല, മോഹൻലാലിൻ്റെ പ്രത്യേകത എന്താ കണ്ടത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? മോഹൻലാലിൻ്റെ വ്യത്യസ്തത എന്ന് ഒന്നാമത് അദ്ദേഹം ഫ്ലെക്സിബിളാണ്. രണ്ടാമത് ആ ക്യാരക്ടർ നമ്മളെ കരയിക്കാൻ ഒരുപക്ഷെ പുള്ളിയുടെ ചില മുഖഭാവങ്ങളും ഒക്കെ നമ്മളെ കൊണ്ട് സൈലൻസൊക്കെ ഉണ്ട്. അപ്പം മമ്മൂട്ടിക്കുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ. സുരേഷ് ഗോപിക്ക് പിന്നെ അങ്ങനെയുള്ള ആക്ഷൻ ഹീറോ ആയതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള വലിയതൊന്നും കാണുന്നില്ല. ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതല്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്.